തട്ടിപ്പ് കേസിൽ സ്റ്റേജ് ആർട്ടിസ്റ്റ് നടനുമായ കലാഭവൻ സോബി ജോർജ് അറസ്റ്റിൽ. ഊന്നുകൽ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ ശേഷം മുങ്ങുകയായിരുന്നു. വിവിധ സ്റ്റേഷനുകളിലായി 150ഓളം കേസുകൾ സോബി ജോർജിനെതിരെ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം തനിക്കെതിരെയുള്ളത് കെട്ടിച്ചമച്ച കേസുകളാണെന്ന് സോബി ജോർജിന്റെ വാദം. ബാലഭാസ്കർ കേസിൽ സാക്ഷി പറഞ്ഞത് മുതൽ തന്നെ വേട്ടയാടുകയാണ്. ഇതിലൊന്നും പേടിക്കില്ലെന്നും ബാലഭാസ്കർ കേസിൽ പോരാട്ടം തുടരുമെന്നും സോബി വ്യക്തമാക്കുന്നു. ഒരാളും സാക്ഷി പറയാൻ പോരുത്. ബാലഭാസ്കർ കേസിൽ സാക്ഷി പറഞ്ഞ അന്ന് തൊട്ട് തുടങ്ങിയ ഈ കോടതിയേറ്റവും ഈ ജയിലും ഇതൊന്നും കണ്ടിട്ട് സോബി പേടിച്ച് ബാലഭാസ്കർ കേസിൽ നിന്ന് പിന്മാറുന്ന ആരും വിചാരിക്കേണ്ട കേട്ടോ. നിങ്ങൾക്ക് എഴുതാവുന്നതാരും നിങ്ങൾ എഴുതിക്കോ, കുഴപ്പമില്ല. നമ്മള് ബാലഭാസ്കർ കേസിൽ സാക്ഷി പറഞ്ഞ അന്ന് തുടങ്ങിയതായി ദുരിതം കേട്ടോ. ഇത് കണ്ടിട്ടൊന്നും ഞാൻ പേടിക്കുന്നത് ഓർക്കണ്ട. നിങ്ങൾക്ക് സൗകര്യമുള്ളതൊക്കെ നിങ്ങൾ എഴുതിക്കോ. ഞാൻ കണ്ട് സത്യമുള്ള ബാലഭാസ്കർ കേസ് തെളിയിച്ചിട്ട് ഞാൻ ലോകത്തുനിന്ന് പോകുള്ളൂ. ഇന്ന് അറസ്റ്റ് ചെയ്താലും 2022 ചെക്ക് കേസിനാണ്. വെറുതെ നിങ്ങൾ എഴുതിക്കോ, എനിക്കൊന്നും കുഴപ്പമില്ല. അല്ലെന്ന് എത്ര കേസ് നിങ്ങൾ നോക്കാം. നിങ്ങൾ ആരെ പറഞ്ഞേ അല്ലെന്ന് ആരെ പറഞ്ഞത്? അങ്ങനെയായിട്ട് 4 മാസം ജയിലിൽ കിടന്ന് ഇറങ്ങി പോകുന്ന അപ്പൊ ഈ വാറണ്ടൊക്കെ അന്നേരം നടക്കണ്ടേ? നിങ്ങൾ ചുമ്മാ കഥ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് അതിനകത്ത് കാര്യങ്ങൾ. പക്ഷെ ബാലഭാസ്കർ കേസിൽ അവസാനം ഞാൻ ജയിക്കും. ഇതൊന്നും കാണിച്ച് നിങ്ങൾ പേടിപ്പിക്കണ്ട. വിശദാംശങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. നവമി, ഈ സോബി ജോർജ് ഇതിനു മുൻപും പല കേസുകളിലും പല ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുള്ള ഒരു കക്ഷിയാണ്. അതിനിടെയാണ് ഈ ബാലഭാസ്കർ കേസിൽ സാക്ഷി പറഞ്ഞു എന്ന പേരിൽ ഇപ്പോൾ ഒരു പുതിയ ഇരവാദം മുഴക്കിക്കൊണ്ട് രംഗത്തെത്തി. പക്ഷെ ഇത് 1-10 ആളുകളല്ല, നിരവധി ആളുകൾ ഇയാൾ കബളിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അമേരിക്കയിൽ സൂപ്പർ മാർക്കറ്റിൽ വരെയും ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്തു എന്നാണ് സോബി ജോർജിനെതിരായിട്ടുള്ള പരാതികൾ. ഇത് എത്ര പേരാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്? പോലീസ് എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്? ഏകദേശം 150ഓളം കേസുകളുണ്ട് കേരളത്തിൽ. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുണ്ട് ഇദ്ദേഹം നടത്തിയ തട്ടിപ്പുകളുടെ ലിസ്റ്റ്. 150ഓളം പരാതികളാണ് ഇതിനോടകം തന്നെ പോലീസിന് ലഭിച്ചത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോടതിക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിനോടകം തന്നെ ഇയാൾ വലിയൊരു തട്ടിപ്പ് നടത്തിയ വ്യക്തിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ